എന്നെ പോലെ ക്ഷമമുള്ളവരല്ല അങ്ങോട്ടേക്ക് പോകും. ഒരു സാധനം കാണാൻ മേലേട്ടോ. ഹലോ ഗൈസ്, എല്ലാ സംഭവവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ റൈഡേഴ്സിൻ്റെയും ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് രാത്രി റൈഡ് പോകേണ്ട തലേ ദിവസം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട് നൈസായിട്ട് ഒരു ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നാളത്തേക്ക് നേരം വെളുക്കുന്ന വെയിറ്റ് കിടക്കുന്ന ഒരു ടൈമുണ്ട്. അത് ആർക്ക് നമുക്ക് റൈഡേഴ്സിന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഗൈസ് നമുക്കപ്പോൾ ഇനി റൈഡിൽ കാണാം. അപ്പോൾ ഗൈസ് രാവിലെ 4 മണിയായി രാവിലെ നമ്മുടെ ഫസ്റ്റ് റൈഡ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റൈഡ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നല്ല നാളെ, മീൻസ് ഇന്ന് 1-ാം തീയതി, ഇന്ന് റൈഡ് ചെയ്യുന്ന നാളെ 2-ാം തീയതി ഉറപ്പായിട്ട് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് സപ്പോർട്ട് ചെയ്യാം. വെളുപ്പിനെ ഇറങ്ങുമോ? 4 മണി കുറച്ച് ഫ്രൂട്ട്സ് റൈഡിങ് വീഡിയോ കാണാം. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം നല്ലൊരു ക്വാളിറ്റിയിൽ ഈ കണ്ടന്റ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മാക്സിമം നല്ല പെർസെൻറ്റേജിലുള്ള ഇത് എത്തിക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2-3 റിവ്യൂ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഫസ്റ്റ് റൈഡ് വീഡിയോ ആയതുകൊണ്ട് എൻ്റെ തെറ്റൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. കാര്യം ഞാൻ അത്ര വലിയ വ്ളോഗറൊന്നുമല്ല. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ പാതിരാപ്പള്ളിയിലോട്ടാണ്. അവിടെ അടുത്തുള്ള പമ്പ. എന്തായി ഞാനൊന്ന് വീഡിയോ കളിക്കുമ്പോൾ ടൈമായി. വാ നീ ഒന്നേട്ടാ ഒന്നും കാണാൻ വേണം. ഒരു സാധനം കാണാൻ മേലേട്ടാ. എന്തുവാണ് എന്താ മോനെ ഈ കാറുകാർ ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ് കഴിഞ്ഞു. ഇവർ ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ അവർ ആ റീൽ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു കോപ്പ് കാണാൻ മേല. എത്രയാണോ? ഉറുമ്പിക്കരയിൽ പോയിട്ട് നേരെ അടിച്ചു വീണ. അപ്പോൾ തുടങ്ങാം. ഞാനൊരു കാറൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇതായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഡോമിനോറും എനിക്ക് കയറിപ്പോയി. ഇപ്പോൾ നാളെയാണോ? ഈ താഴത്തോട്ടോ? അല്ല ഞങ്ങൾക്ക് ഉളുപ്പുണ്ണി ഓഫ് താഴത്താണ്. ഉളുപ്പുണ്ണി നേരെ സ്ട്രൈറ്റാ. അടി ഇത് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വ്യൂ പോയിന്റിലോട്ട്. ഓഫ് റോഡല്ലോ ഇതാണോ? അത് താഴെ പോയി. എക്സ്പൾസിനെ പൊക്കാൻ V3. പൊസിഷൻ കൊള്ളാമല്ലേ?
മാറിട്ടോ ഒരു നല്ല ചെളിയാട്ടോ ടയർ ഇട്ടതോ. മാക്സിമം ക്ലച്ചിൻ്റെ യൂസ് കുറക്കണേ. കാരണം ഞാൻ അറിയാതെ കുറേ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആലോചിക്കും, അവരിത്രയും കഷ്ടപ്പെട്ട് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ഇതിനമ്പടി കഷ്ടപ്പെട്ട് കയറുമ്പോഴത്തേക്ക് കുറേ നേരം പൈസ അഹങ്കാരം കാണിച്ചുള്ള വണ്ടി നശിപ്പിച്ച് കയറ്റും. അത് ഈ വീഡിയോ കാണുന്ന നോക്കും തോന്നും ഇത്രയുള്ള ഇതിൻ്റെ വിലയല്ല, അത്യാവശ്യം നല്ല 1 ലക്ഷം രൂപ എന്നുള്ള വിലയാണല്ലോ. ഇതിന് വിലയുള്ള ബൈക്ക് വെറുതെ നേരം നശിപ്പിക്കുന്നത് ഒരു ഹരമാണ് ബൈ. പുള്ളി നമുക്ക് വേണ്ടി കുറച്ച് സുന്ദരിക്കുന്നതാണ്. കൈ എപ്പോഴും ഇവിടെ ക്ലച്ചെ പിടിക്കട്ടെ. ക്ലച്ച് കത്തിപ്പോൾ വെറുതെ ക്ലച്ച് മാണ്ടാണ് അത്യാവശ്യം എല്ലാം. പിന്നെ ഹാഫ് ത്രോട്ടിൽ, ഫുൾ ത്രോട്ടിലും കൊടുക്കരുത്, അതും കംപ്ലൈൻറ്റ്. ഹാഫ് ത്രോട്ടിൽ ഇതാണ് പെട്ടുപോയാൽ കയറ്റാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. ആ സ്പോർട്ടല്ല അത്രേ ഉള്ളൂ. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഓരോ നോക്കി. അല്ലെങ്കിൽ നമ്മൾ ഒറ്റത്താണെങ്കിൽ വെയിറ്റ് ചെയ്യും. ഏതെങ്കിലും റൈഡേഴ്സ് അവരൊരിക്കലും ഇട്ടിട്ട് പോകത്തില്ല. എന്താ അതിലെ മുകളിലോട്ടാ ഇതില്ലേ ആ ജീപ്പ് ഇറങ്ങി വരുന്നുണ്ടോ? നമുക്ക് അതിലെ മുകളിലോട്ട് കയറണം. ആ പഴയറ്റിപ്പോയി സ്ലോ സ്പീഡ് കൂട്ടണമെന്ന് തോന്നുന്നുണ്ടേ. എൻ്റെ കായ് വീണു. സോറി യൂണി, സോറി. ഡാ അതാ അടുത്ത ഇപ്പോൾ ജീപ്പ് ഒരിടത്ത് മോടാ. അവിടെ അവന്മാരും പെട്ട്, ഇവിടെ ഞാനും പെട്ട്. ഹാഫ് റോട്ടിൽ ആ ഹാഫ് റോട്ടിൽ പോട്ടെ 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 പോട്ടെ. ഹാഫ് റോട്ടിൽ ആ കരിക്കും. ഓക്കെ ഉണ്ടല്ലോ, കുഴിഞ്ഞിരിക്കോ. ഒന്ന് മച്ചാനെ ഇതിലെ കയറി പോയാൽ വീട് ഉറപ്പാ. അവിടെ ഒരുത്തം വീണിട്ടിരിക്കുക. എങ്ങോട്ടേക്കാണ് ബ്രോ ഇപ്പം? ഈ വന്ന വഴിക്ക് തിരിച്ചിറങ്ങണം. അവൻ മറ്റേ വീണു, അവൻ വീണു. വെട്ടാൻ പോ വഴി അതിരിയ. ആണോ? വഴി വന്നതാണ് ഇത് വന്നത്. ഓ അറിയത്തില്ല. വൺ വേ ആയിരുന്നു, അറിയാതെ ഒരു പുള്ളിക്കാരൻ വഴി തിരിച്ചു വിട്ട. അതല്ല പണിയൊക്കെ ജീപ്പ് പോലും കയറത്തില്ല. കേട്ടോ വലിക്കാവാ ഞങ്ങൾക്ക്. ഓ വീത്ത് ഓ അമ്മ ഓ ഞങ്ങളുടെ പുറകെ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ടാറിംഗ് ഉണ്ട് റൈറ്റ്. ആ റൈറ്റിൽ കൂടെ പോയി ടൗണിൽ പോയിട്ട് അകത്തേക്ക് കയറുക. പുള്ളിക്കാരൻ തെറ്റിച്ചു വിട്ട് അറിയത്തില്ലായിരുന്നു. അതാ പറഞ്ഞ എന്നെ പോലെ ക്ഷമയുള്ളവരല്ല വരുന്നവർ അങ്ങോട്ടേക്ക് പോകില്ല. ഒരു വണ്ടി അവിടെ മേളിൽ വീണാണ്. ഡോമിനോറോ പച്ചയാണോ?
ഇതേ വണ്ടിയിൽ നടന്നു വരുന്നു മണ്ടൻ. ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഈ റൂട്ട് കയറി ഒളുക്കുണി പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വൺ വേ. നമ്മൾ കയറി അത്രയും കഷ്ടപ്പെട്ട് മേളിൽ ചെന്നപ്പോഴത്തേക്ക് ജീപ്പ് എല്ലാം ഇറങ്ങി വരും. അവർ ജീപ്പുകാർ അവർക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി നേരെ ഇറങ്ങുമെന്ന് മേലോട്ട് വണ്ടി പോകത്തില്ല. നമ്മുടെ വണ്ടി ഈ V3 എക്സ്പൾസും യൂണിക്കോണും എല്ലാം എടുത്ത് നേരെ തിരിച്ച് വെച്ചു. ആ ടൈം MT മേളിൽ കയറിപ്പോയി. തിരിച്ച് താഴെ വന്നിട്ട് ഇവിടെയുള്ള ആ ചേട്ടനില്ല, ഇവിടെയുള്ള ഒരു ആദിവാസിയാണ്, അല്ലല്ല ഈ നാട്ടുകാരനാ, ഇവിടെയുള്ള നാട്ടുകാരനാ. പുള്ളിക്കാരൻ ഇവിടെ റൂട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്, ആ റൂട്ടൊന്ന് പോകണം. അപ്പോൾ അത് എവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും റൈഡ് നല്ല നല്ല റോഡ്, നല്ല നല്ല എന്തോ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഒരു രക്ഷയിലായിട്ടുണ്ടല്ലോ. നമ്മളീ ഫ്രിഡ്ജ് വെക്കത്തില്ലേ, അപ്പം ഇങ്ങനെ ആള് വരത്തില്ലേ, അതുപോലെ അവിടെ ഇവിടുത്തെ വെള്ളം നമ്മൾ ഈ വീട്ടിലെ ചൂട് സമയത്തെ വെള്ളം വെച്ചിട്ട് തണുപ്പിച്ച് ഓടിക്കത്തില്ലേ, അതിൻ്റെ ഇരട്ടി ഫീലാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഓഫ് റോഡ് കയറിയിട്ട് ഈ ശബ്ദം നേരം വണ്ടി ഔട്ടിയേ. സ്മോക്കിംഗ് കിൽസ്. ഈ വെള്ളത്തിന് 13 രൂപയുള്ള 15 സാധനം ഉണ്ടാക്കാൻ നടക്കും. ഇല്ല എല്ലാം പറ്റിയ ഓഹോ